ഹലോ ഗൈസ്, ഞാൻ വന്നിരിക്കുന്നത് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 4 എപ്പിസോഡായിട്ടാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ട്രീ ഫാം ഉണ്ടാക്കിയിരുന്നു. അത് ഞാൻ ഫുള്ളായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് വലിയൊരു ട്രീ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അത്യാവശ്യം ഒരു വലിയ ട്രീ ഫാമാണ്, നല്ല എഫിഷ്യൻ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന അയൺ ഫാമാണ്, പിന്നെ ചെറിയൊരു ലാവ ഫാം ഉണ്ടാക്കണം. ഓക്കെ, അത്യാവശ്യം വലിയതാണ്. അങ്ങോട്ട് കുറേ ഉണ്ട്. ചെറുതായിട്ടൊക്കെ പനിയൊക്കെ ഉണ്ട് ഗൈസ്, ജലദോഷമൊക്കെ. അങ്ങനെ കൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. ഓക്കെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു അയൺ ഫാം സെറ്റാക്കണം. ഓക്കെ, നമ്മൾ വീറ്റ് ഫാമൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് വീറ്റൊക്കെ പറിച്ചിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കണം. ഓക്കെ, വീറ്റൊക്കെ നമ്മൾ കുറച്ച് ഞാനൊരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓഫ് ക്യാമറയിൽ നിന്ന്. അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എവിടെ ഉണ്ടാക്കേണ്ട ആ പ്ലേസ് പോയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ചെസ്റ്റിലൊക്കെ നമ്മളെ സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് പോകണം. ഓക്കെ, ഇനിയും ഇപ്പം നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ഇപ്പം നമ്മളൊരു എന്നാലും ലാവ ഫാം ഉണ്ടാക്കാൻ പോവാണ്. ലാവ ജനറേറ്റർ, വെള്ളം വെച്ചാലോ ലാവ വെച്ചാൽ വാട്ടർ ജനറേറ്റർ വെച്ച പോലെ ലാവ ജനറേറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനൊരു ടെക്നിക്കൊക്കെ ഉണ്ട്. ഡ്രിപ്പ് സ്റ്റോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ എൻ്റെ ഡ്രിപ്സ്റ്റിലുണ്ട്. കുറച്ച് അയണും ആവശ്യമുണ്ട്. അയൺ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഓക്കെ, ലാവ ജനറേറ്ററിൻ്റെ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ലാവ വേണം. ഓക്കെ, പിന്നെ ഡ്രിപ്പ് സ്റ്റോണ്, പിന്നെ മറ്റൊരു പാത്രം പോലത്തെ സണ്ണേൻ്റെ പേരും കണ്ണൂടാ. മോളോട്ടേക്ക് കുറച്ച് ബ്ലോക്ക് വെച്ച് പോവാം. എന്നിട്ട് അവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു സ്ലാബ് വെച്ചിട്ട് ഒരു കേജ് പോലെ കെട്ടണം. ഒരു സംഭവം പോലെ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു ബ്ലോക്ക് കൂടി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഗേജ് പോലെ കെട്ടണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ലാവ വയ്ക്കണം. ഓക്കെ, ഒരു ബ്ലോക്ക് കൂടി അങ്ങ് വന്നിച്ചാളാം. ഓക്കെ, ഇത് മൂടിക്കളയാം. ഓക്കെ, ഇത് മൂടിക്കളയാം. ഓക്കെ, ബ്ലോക്ക് വെച്ചു, അതിൻ്റെ മുകളിൽ ബ്ലോക്ക് വെച്ചു, സ്ലാബ് വെച്ചു. ഓക്കെ, ഇപ്പോൾ ഫാം കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. ലാവ അവിടെ സെറ്റ് ചെയ്യാനുള്ളൂ. അതിനും വലിയ പണിയുള്ളൂ, വേറെ പണിയൊന്നുമില്ല. ഓക്കെ, അതിൻ്റെ അടിയിൽ ഒരു ഡ്രിപ്പ് സ്റ്റോൺ ഉണ്ട്. ഡ്രിപ്പ് സ്റ്റോൺ എടുത്ത് വെക്കുക. കേവ് പോയാൽ കിട്ടുന്ന സാധനമാണ്. അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. ആ പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ ഫാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് പിന്നെ ഉറ്റി ലാവ വരും. ലാവ കിട്ടുന്നു. അതുപോലെ വന്നിട്ട് രാവിലെ കുറച്ച് നേരം അത് മൊത്തം നിറയും. എന്നിട്ട് ലാവ നമ്മൾ എടുത്തുകൊണ്ട് പോകണം. എന്നൊക്കെ ഇനി നമുക്കൊരു ഫാമിൽ ഉണ്ടാക്കാനുണ്ട്. അതാണ് അയൺ ഫാം. ഈ അയൺ ഫാമിലേക്ക് നമുക്ക് നേരെ പോകാനുണ്ട്. അവിടെ നമ്മൾ കുറേ സാധനം സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ, ആ സ്ഥലത്തേക്കൊന്ന് ചെറുതായിട്ടൊന്ന് പോകണം. ഓക്കെ, അത് കുറച്ച് ദൂരമാണ്, വില്ലേജിൻ്റെ കുറച്ചടുത്താണ്. ഓക്കെ, അങ്ങോട്ടേക്ക് നമുക്ക് നേരെ നടന്നു പോകാം. വീട്ടിൻ്റെ ഈ ഒരു ഡയറക്ഷനിലാണ് വില്ലേജ് പോലത്തെ സംഭവം ഉള്ളത്. അപ്പം നേരെ നമുക്ക് ഈ സ്ഥലത്തേക്ക് നേരെ വിടാം. ഇവിടുന്ന് കുറച്ചൊരു ബക്കറ്റ് വെള്ളം എടുക്കട്ടെ പോയിട്ട് എടുത്തിട്ടുണ്ട്. നേരെ കയറിയിട്ട് ഓക്കെ, ചെസ്റ്റിൽ ഇതിൽ മൊത്തം ഞാൻ എല്ലാ റിസോഴ്സസും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മൊത്തമായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തം എടുത്തിട്ട് സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് കുറച്ച് സെറ്റാക്കാനുണ്ട്. അങ്ങനെ നമ്മൾ 5x5 ഇങ്ങനെ കുഴിച്ചിട്ടുണ്ട്. ഇനി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്ക് 9 ബ്ലോക്ക് താഴോട്ട് കുഴിക്കണം. അങ്ങനെ നമ്മൾ 9 ബ്ലോക്ക് താഴോട്ട് കുഴിച്ചിട്ടുണ്ട്. ഓക്കെ, 9 ബ്ലോക്ക് കുഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ ബെഡ് വെക്കണം. അടിയിൽ എങ്ങനെ ബെഡ് വെക്കണേ ഞാൻ പറഞ്ഞുതരാം. താഴോട്ട് പോയിട്ട് ഫസ്റ്റ് ഇങ്ങനെ കോബിൾ സ്റ്റോണ് ഇങ്ങനെ കോബിൾ സ്റ്റോൺ വെക്കുക. കോബിൾ സ്റ്റോൺ എന്തെങ്കിലും ഒരു കല്ല് കഷ്ണം വെക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബെഡ് വെക്കുക. ബെഡില്ലല്ലേ, ബെഡ് പോയി എടുക്കണം. ബെഡ് പോയിട്ട് എടുത്ത് ഈ ബെഡ് വെച്ചിട്ട് പോവാം. ഏകദേശം നമ്മൾ ഈ ബെഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെയുള്ള എല്ലാ ബെഡും വെക്കണം. എല്ലാ ബെഡും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലത്തെ ബ്ലോക്ക് നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് അടിയിലും എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ വെക്കണം. അടിയിലത്തെ ബ്ലോക്ക് പൊട്ടിക്കുക. എന്നിട്ട്
അടിയിലത്തെ ബ്ലോക്കിൽ നമ്മൾ ബെഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിലുള്ള ബെഡ് എടുത്തിട്ട് നമ്മൾ നേരെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലത്തെ എല്ലാത്തിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എവിടെയും കൂടി സെറ്റ് ചെയ്തിട്ട് എല്ലാത്തിലും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കോബിൾ സ്റ്റോൺ വെച്ചിട്ട് മൂടി കൊടുക്കാം. ഇനി നമുക്ക് കോർണറിൽ കുറച്ച് ബ്ലോക്ക് വെക്കണം. ഇനി നിങ്ങൾ കുറച്ച് ഫ്ലിച്ചും ടേബിൾ മൊത്തമായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലിച്ചും ടേബിൾ എടുക്കുക. 20 ഫ്ലിച്ചും ടേബിൾ വേണം. അത് മൊത്തം ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. മൊത്തം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് 2 വില്ലേജസിനെ കൊണ്ടുവരണം. ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചിരിക്കുന്നതാണെങ്കിലേ ആ സ്ഥലത്തുനിന്ന് വില്ലേജസിനെ കൊണ്ടുവരണം. ബോട്ട് കയറ്റി കൊണ്ടുവരുന്ന വിധത്തിലാണ് ഞാൻ ഈ ഫാം ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി എന്തായാലും കയറി കൊണ്ടുവരണം, എന്നിട്ട് കാണാം. ഗൈസ് 2 എണ്ണത്തിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് ഉണ്ടാവും, കുറച്ചുകൂടി ബ്രെഡ് ഉണ്ട്. ആ ബ്രെഡ് നമുക്ക് ഇട്ട് കൊടുക്കണം. ആ ബ്രെഡ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ബ്ലോക്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് മൊത്തം മൂടണം. എന്ത് വീടകത്ത് അതുവരെ അങ്ങോട്ട് കൊടുക്കാം. അതുവരെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റേക്ക് 13. ഇനി എല്ലാം ബ്രീഡായിട്ട് കാണാം. പിന്നെ എടുക്കാൻ മറന്നു ഗീസ്. ഓക്കെ, അയൺഗോൾഡ് സ്പോൺ ആയിട്ടുണ്ട്. അടിയിലൊരു എല്ലാം വളർന്നു കഴിഞ്ഞാൽ അടിയിൽ ഒരു ബ്ലോക്ക് വെച്ച് മുടിക്കളഞ്ഞാൽ സെറ്റായി അയൺ ഫാം. ഇനി ഇവിടെ ലാവ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു ലാവ പറഞ്ഞാൽ അവിടെ ലാവ അങ്ങ് നിന്നോളും, ഒഴുകി പോകുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ഒരു വെള്ളത്തിൻ്റെ ബക്കറ്റ് പാരണം. അവിടെ നമ്മൾ വെള്ളം പാരണം. ഇവിടെ വെള്ളം പാർന്നിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ച് പോയിട്ട് അവിടെ പോയിട്ട് ലാവയിൽ വേണം ചാവും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്നൊരു ക്രീപ്പർ പൊട്ടിയാണ്, അതാണ് ഇങ്ങനെ ഇപ്പോൾ ഇത്. ഓക്കെ, കുറച്ച് അയണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ട്രാപ്പ് ഡോർ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ അയൺ ഫാം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് നെതറിലൊന്ന് പോകണം. ഓക്കെ, നെതർ പോർട്ടൽ സെറ്റ് ചെയ്യണം. നെതറിലൊന്ന് പോകണം എന്നാണ് എനിക്കൊരു നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയാൽ അവിടെ ചെസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചെസ്റ്റിലേക്ക് ഇവിടെ ചെസ്റ്റ് വെക്കണം. ശരി, ഹോപ്പർ വെച്ചിട്ടുണ്ട്, ചെസ്റ്റ് വെച്ചിട്ടില്ല. ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അയൺ ഫാം ഇപ്പം കിഡിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം അയണൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക.